പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ 34 ഇഞ്ച് വണ്ണമുള്ള ഒരു ക്രോസ് കട്ടിങ് ആയിട്ടുള്ള ഒരു ബ്ലൗസാണ് വെക്കാൻ പോകുന്നത്. അതിൻ്റെ അളവ് എന്ന് പറയുന്നത് 14 ഇഞ്ച് ഇറക്കം, 12 ഇഞ്ച് ഷോൾഡർ, 34 ഇഞ്ച് വണ്ണം, 30 ഇഞ്ച് ഇടവണ്ണം, 8 ഇഞ്ച് കൈനീളം, 12 ഇഞ്ച് കൈലൂസ്. അങ്ങനെയാണ് നമ്മളിത് നമ്മുടെ മെഷർമെൻറ്റ്. അപ്പം നമുക്ക് ആദ്യമേ കട്ടിങ്ങിലേക്ക് തന്നെ പോകാം. ആദ്യം കട്ടിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഒന്ന് ആദ്യം നമ്മൾ ലെവൽ ചെയ്യണം. ഇപ്പം 34 ഇഞ്ച് വണ്ണമുള്ള ക്രോസ് കട്ടിങ് ബ്ലൗസാണ്. നമ്മൾ ഇതിന് ഒറ്റ ഡാട്ടിൽ വെട്ടുവാണ്. ഒറ്റ ഡാട്ട് ബ്ലൗസാണ്. ഒറ്റ ഡാട്ടിൽ തന്നെ നിങ്ങൾക്കിത് പഠിക്കാം. അപ്പം നമ്മളിവിടെ കൊടുത്തു 1.25 ഇഞ്ച് നമ്മളിവിടെ തരണം. 1.25 ഫസ്റ്റ് 1.25 ഇവിടെ തള്ളി 14 ഇഞ്ച് ഇറക്കം, 14 ഇഞ്ച് മാർക്ക് ചെയ്തു. കണ്ടോ, 14 ഇഞ്ച് ഇവിടെ ഒരു മാർക്ക് കൊടുത്തു. 1/4 ഇഞ്ച് കയ്യിൽ തുമ്പ് കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് 12.5 കൃത്യം 12 തന്നെ മാർക്ക് ചെയ്തോളൂ. തയ്യൽ തുമ്പിടണ്ട കേട്ടോ. അങ്ങനെ 34ൻ്റെ 6/1 എന്ന് പറയുമ്പോൾ 5.7 അപ്പോൾ ആ 6 ഇഞ്ച് നമുക്ക് റൗണ്ട് കൊടുക്കും. 6 ഇഞ്ച് റൗണ്ട് കൊടുത്തല്ലോ. എന്നിട്ട് ഫസ്റ്റ് നമ്മളിങ്ങനെ സ്ക്വയറിലൊന്ന് വരയ്ക്കണം. വരച്ചു. പിന്നെ സെൻറ്റർ 6.3 സെൻറ്റർ മാർക്ക് ചെയ്യണം. ബാക്ക് നെക്ക് വിത്ത് 2.5, ഇറക്കേണ്ടത് 7.5 ഇഞ്ച്. ഈ 2.5 തന്നെ മാർക്ക് ചെയ്താൽ മതി. 2.5 തന്നെ മാർക്ക് ചെയ്തു. സ്ക്വയർ വരച്ചു. നെക്ക് ബ്ലൗസാണ്. കാലിഞ്ച് ഷേപ്പ് കൊടുത്തു. 4 ഇഞ്ച് മതി. ഇനി വണ്ണം 34, 34 കൂടെ 4 കൂടെ ചേർത്ത് 38, 38 9.5 ഇവിടെ മാർക്ക് ചെയ്തു. അത് മനസ്സിലായല്ലോ. 34 + 4, 4/1 എത്ര വന്നു? 9.5 മാർക്ക് ചെയ്തു. വേസ്റ്റ് താഴെ 30, 30 ഇഞ്ച് 4/1 എത്രയാണ്? 7.5. 7.5 നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു. കണ്ടല്ലോ. ഇത്രയും ഭാഗം ക്ലിയറായോ? നോക്കിക്കേ എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങൾ എന്നോടൊപ്പം വെട്ടിപ്പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് കുറച്ചും കൂടെ ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റും. കാണുന്നുണ്ടല്ലോ. ആ ആ കാണുന്നുണ്ടല്ലോ. ഒന്നുകൂടെ ഒന്ന് തെളിച്ചമായിട്ട് വരച്ചു തരാം കേട്ടോ. കാണുന്നുണ്ടല്ലോ. ഇനി നമ്മൾ 1.25 ഇഞ്ച് വേണം സൈഡ് കൂടുതലിടും. ചോക്കിനൊരു കളർ വ്യത്യാസം കിട്ടുന്നില്ല. നമുക്ക് 1.25 ഇഞ്ച് ഇവിടെ കൂടുതലിടണം. ഇതെല്ലാം ഞാൻ മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് കൂടുതലിട്ടു. 1.25 ഇഞ്ച് ഇവിടെ കൂടുതൽ മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ സൈഡ് 1.25 ഇഞ്ച് നമ്മൾ വണ്ണം കൂട്ടാനുള്ള കൂടുതലിട്ടു. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് കരുതുന്നു. ബാക്ക് നെക്കിൻ്റെ
കറക്റ്റ് ഓവലായിട്ട് ഇടണം. പിന്നെ ഈ സെൻറ്റർ, അതായത് റിഗാർഡ് ഇതാക്കുന്ന സെൻറ്ററിൽ നിന്ന് വേണം നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഹാം ഗോളിൻ്റെ ഓവല് പോകാൻ. മനസ്സിലാവുന്നുണ്ടല്ലോ ഈ സൈഡ്. അപ്പോൾ ഈ സൈഡ് നമുക്ക് വേണേൽ നിങ്ങൾക്ക് സംശയമുണ്ടോ എന്ന് അളന്ന് നോക്കാം. 1.25 ഇഞ്ചുണ്ട്. 1.25 ഇഞ്ച് മിനിമം മനസ്സിലോർത്തണം. ഈ സൈഡ് 1.25, ഇത് ഈ സൈഡ് 1.25 ഓർത്തണം. ഇതാണ് ബാക്ക് നെക്കിൻ്റെ പോർഷൻ നമ്മൾ തീർന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതേ മോഡലിൽ ഒന്ന് വരച്ച് വെക്കുവോ, ഇതേ മോഡലിൽ തന്നെ ഒന്ന് ബുക്കിലോട്ട് വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് കട്ടിങ്ങിൻ്റെ എളുപ്പം ഉണ്ടായിരുന്നു. ഈ സൈസ് 34 എന്നുള്ള എഴുതിയിട്ട് അങ്ങനെ വരച്ച് വെക്കുക. ഇപ്പോൾ ഒറ്റ ടക്കിൻ്റെ ക്രോസ് കട്ടിംഗ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. 34 കേട്ടോ. അപ്പം നമുക്ക് വെട്ടിയാലോ? ബാക്കിയും കിട്ടി. ഇപ്പോൾ ഇത് റിഗാൾ എത്രയാണ് നമുക്ക് വേണ്ടത്? റിഗാൾ വേണ്ടത് നമ്മുടെ ബോഡി വണ്ണത്തിൻ്റെ 4-1. 4-1 എന്ന് പറയാം എത്ര വരും? 34 ബോഡി വണ്ണത്തിൽ 1 8. നമുക്ക് എവിടം വരെ വന്നതെന്ന് നോക്കാം. കൃത്യം 8 കാണുന്നുണ്ടോ? ടേപ്പ് പിടിച്ച് നോക്കിയാൽ കാണണം. വരുന്നുണ്ടോ? ഇവിടെ നോക്കണം. ടേപ്പ് ഇവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു. കൃത്യം 8-8.25. പിന്നെ നമ്മളിവിടെ മാർക്ക് കൊടുക്കുന്നു, ഇവിടെ മാർക്ക് കൊടുക്കുന്നു. ഇതാണ് ബാക്ക് പീസ്. 34 സൈസിൻ്റെ ബാക്ക് പീസാണിത്. 34 സൈസിൻ്റെ ബാക്ക് പീസ്. 34 സൈസിൻ്റെ ബാക്ക് പീസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ 1.25 ഇഞ്ച് വരണമെന്നുള്ള കാര്യവും 4-1 നമുക്ക് 6-1 ഹാം ഗോള് നമ്മൾ താക്കുന്ന കാര്യവും 34-ൻ്റെ 4-1 റിഗാള് തീർന്നു വരുന്നു എന്നുള്ള കാര്യവും ബോഡി വണ്ണത്തിൽ നമ്മൾ 4 ഈ 34-ൻ്റെ കൂടെ 4 കൂടെ ചേർത്തിട്ട് 4 ഇഞ്ച് പ്ലസ് ചെയ്തിട്ട് അതിൻ്റെ 4-1 ഇവിടെ കൊടുത്തു, ഇടവണ്ണത്തിൻ്റെ ഇവിടെയും കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ സീറ്റ്, അതായത് നമുക്ക് സീറ്റ് വണ്ണത്തിന് 4-1 താഴെ കൊടുത്തു 1.25 ഇഞ്ച് തള്ളി കിട്ടും. തുണി കുറവുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 1.25 കൂടെ ഇവിടുത്തെ ലാഭിക്കാം. തയ്യൽ തുമ്പ് മാത്രം കൊടുത്തിട്ട് ബാക്കി കട്ട് പീസിൽ അടിച്ച് മറിച്ചാൽ മതി. ഇനി ക്രോസ് കട്ടിങ് നമുക്ക് ഫ്രണ്ട് എടുക്കണം. എങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് ഇട്ടതെന്ന് കണ്ടോ? ഫ്രണ്ട് ഇട്ടിരിക്കുന്നത് കണ്ടോ? എത്രത്തോളം ക്രോസ് ചെയ്തിട്ടിരിക്കുന്നത്. ഒറ്റ ഡാട്ട്, അതായത് ക്രോസ് ഒറ്റ ഡാട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ബാഗ് ഇട്ടിരിക്കുന്നത് കണ്ടോ? എത്രത്തോളം നമ്മൾ ക്രോസ് ഇട്ടാണ് എടുത്തിരിക്കുന്നതെന്ന്. ക്രോസ് ഇട്ടിരിക്കുകയാണ്. ഈ ക്രോസ് ഇടുമ്പം തനി ക്രോസ് വരുവാണെങ്കിൽ നമുക്ക് ഒറ്റ ഡാട്ട് ഫ്രണ്ടൊക്കെ നല്ലപോലെ വലിഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ നെക്ക് ഇട്ടിരിക്കുന്നത് കണ്ടോ? എത്രത്തോളം വൈഡ് ചെയ്ത് ഇത്രയേ വന്നിട്ടുള്ളൂ. ഈ തയ്ച്ച് ഈ ഒരു വൈഡ് മതി. തയ്ച്ച് കഴിയുമ്പം ശരിക്ക് നമ്മൾ ആ ഉദ്ദേശിച്ച 2.5 ഇഞ്ച് തന്നെ വൈഡ് കിട്ടും. ക്രോസ് നല്ലപോലെ വലിഞ്ഞ് കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? നിങ്ങൾ 1/4 ഇഞ്ച് തള്ളി തേർത്തിങ്ങനെ വരയ്ക്കുന്നു. അപ്പം നിങ്ങൾ വെട്ടേണ്ടത്, നമ്മൾ തയ്യൽ തുമ്പ് തള്ളി വെട്ടിയല്ലോ, ഇവിടുന്ന് 1/4 ഇഞ്ച് കൂടെ തള്ളി വെച്ചാൽ മതി. 1.25 തള്ളിയ സ്ഥിതിക്ക് ഇല്ലെങ്കിൽ 1.5 തന്നെ തള്ളണം. 6 ഇഞ്ച് നെക്ക്, 6 ഇഞ്ച് ഫ്രണ്ട് നെക്ക്. ഈ ക്രോസ് തന്നെ കൊടുക്കുക.
ഈ ക്രോസിൽ തന്നെ നമ്മൾ യൂനക്ക് വെട്ടുന്നു. മനസ്സിലായോ? അതേ ക്രോസിൽ തന്നെ നമ്മൾ യൂനക്ക് വെട്ടുന്നു. കാണുന്നുണ്ടോ? നമ്മൾ ഫ്രണ്ട് ഇങ്ങനെ വെട്ടും. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് ബാക്ക് പീസ് അങ്ങ് മാറ്റാം. മാറ്റി കഴിഞ്ഞിട്ട് പതിനാറ് ഇഞ്ചിൽ 3.5 ഇഞ്ച്, ഇവിടെയും 3.5 ഇഞ്ച്, 3.5 ഇഞ്ചിൽ സ്ക്വയറായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊരു വര തന്നെ വരയ്ക്കും. കാണുന്നുണ്ടോ? സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾ ഒരു വര വരയ്ക്കുന്നു. ഈ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ നിന്ന് 3.5 ഇഞ്ചുണ്ട്. 3.5 1.25 മാർക്ക് ചെയ്യുന്നു. കറക്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ. ഒൻപതേ മുക്കാൽ ഡാട്ട് മാർക്ക് ചെയ്യുന്നു. 1.25 ഇഞ്ച് ഡാട്ടിൻ്റെ ഉള്ള 1.25. മനസ്സിലായോ? 34 4 ഇട്ടും കൂടെ ചേർത്ത് 9.5. മനസ്സിലാവുന്നുണ്ടോ? 3/4 ഇഞ്ച് ഇല്ല 1 ഇഞ്ച് ഈ സൈഡിൽ നമുക്ക് സുഖമായിട്ട് കയറ്റാം. 1 ഇഞ്ച് ഇങ്ങനെ കയറ്റി നമുക്ക് ഇതുപോലത്തെ ഷേപ്പ് സ്കെയിലുണ്ട്. നിങ്ങൾ കുറച്ച് റൗണ്ട് ചെയ്തിങ്ങനെ വരയ്ക്കാം. 1 ഇഞ്ച് ഈ ഭാഗത്തും കൂട്ടും. മുക്കാലിഞ്ച് ഇവിടെ ഇറക്കുന്നു. ഷേപ്പ് നോക്കിയേ. ഇങ്ങനെയാണ് ബാക്കി നമ്മൾ കണ്ടുപിടിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ ഒരു ഷേപ്പൊക്കെ നോക്കിയേ. 3/4 ഇഞ്ച് ഇങ്ങോട്ട് താത്തത്, 1 ഇഞ്ച് ഇവിടെ കയറ്റിയത്, 1 ഇഞ്ച് ഇവിടെ. മനസ്സിലാവുന്നുണ്ടോ?
എങ്ങനെ ഷേപ്പ് വന്നു? ക്രോസ് ശരിക്ക് ക്രോസ് ആയതുകൊണ്ട് വലിഞ്ഞ് കിട്ടുന്നു, ഇവിടെയും വലിഞ്ഞ് കിട്ടുന്നു. നമുക്ക് ഒറ്റ ഡാട്ട് തന്നെ മതി. ശരി, ക്ലിയർ ആയല്ലോ? കാലിഞ്ച് ഈ ഭാഗത്ത് എടുത്ത് കൊടുക്കണം, കാരണം നമ്മൾ ക്രോസ് ഇട്ടപ്പോൾ കാലിഞ്ച് അവിടെ വന്നു ഓട്ടോമാറ്റിക്കായിട്ട്. മുപ്പതിഞ്ചിൻ്റെ 1/4, 7.5, 1.25 ഇഞ്ച് തള്ളി. ഇത് ക്രോസിൽ തന്നെ ഇങ്ങനെ വരയ്ക്കുക. കണ്ടല്ലോ, ഡാട്ട് പിടിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടും. ഫ്രണ്ട് പീസിന് മാർക്ക് കൊടുത്തു, ഡാട്ട് കൊടുത്തു. ഇനി നമുക്ക് ബാക്ക് പീസ് വെച്ച് നോക്കാം. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടോ, ഡാട്ട് പിടിച്ച് കഴിയുമ്പോഴും ഒരു കാരണവശാലും നമ്മുടെ സൈഡ് തുമ്പ് കൂടുതൽ വരത്തില്ല. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ വണ്ണം മാർക്ക് ചെയ്തത്? ഡാട്ട് പിടിച്ച് കഴിയുമ്പോഴും ഫ്രണ്ട് ക്ലിയർ ആയിട്ട് നിൽക്കുന്നത് കാണാൻ കഴിയുന്നു. ഈ ഡാട്ട് പിടിച്ച് കഴിയുമ്പോഴും ബാക്ക് പീസ് നമുക്ക് നോക്കാം. ബാക്ക് പീസിൻ്റെ കറക്റ്റ് തുമ്പിൽ തന്നെ ഇത് നിൽക്കും. ലെങ്ത് ഒരു കാരണവശാലും ഈ സൈഡ് വ്യത്യാസം വരത്തില്ല. ബാക്കിയുള്ളവർക്കൊക്കെ ആണെങ്കിലോ ഈ കട്ടിങ് അറിയാതെ ചെയ്യുമ്പോൾ ഇത് വ്യത്യാസം വരും. ഈ ബാക്കിനേക്കും ഫ്രണ്ട് പീസും ഡാട്ടിൻ്റെ അളവ് തമ്മിൽ വ്യത്യാസം നമ്മൾ ജോയിൻ്റ് ചെയ്യുമ്പം കൂടുതലും കുറവും വരും. ഇനി ഫ്രണ്ട് നമുക്ക് കുറച്ച് എടുത്ത് വെട്ടണം. ഫ്രണ്ട് നമ്മൾ 3/4 ഇഞ്ച് എടുത്ത് വെട്ടുന്നു. ക്രോസ് കട്ടിങ് ക്ലിയർ ആയി. ഇതാണ് ക്രോസ് ബ്ലൗസ് കട്ടിങ്. നമുക്ക് കൈ വെട്ടണം. ഫ്രണ്ടും ബാക്കും ഓക്കെ. കൈ എത്രയാണ്? നമുക്ക് 8 ഇഞ്ച് തീർന്ന് കിട്ടണം. ഹാം ഗോള് 8 ഇഞ്ച് തീർന്ന് കിട്ടണം. സിംഗിൾ കൈയായിട്ട് തന്നെ വെട്ടാം. തുണിക്ക് വീതി കുറവുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു. 4 ഇഞ്ചും 1 പോയിൻറ്റും 8 ഇഞ്ച് കൈനീളം.
1.25 മടക്കി അടിക്കാൻ 3 ഇഞ്ച് ഇവിടെ താക്കണം. 3 ഇഞ്ച്. മാർക്ക് കാണുന്നുണ്ടോ? 8 ഇഞ്ച് ആം ഹോൾ കാണുന്നുണ്ടോ? പന്ത്രണ്ട് ഇഞ്ച് ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇവിടുത്തെ ലൈനൊക്കെ കണ്ടോ? ഇതാണ് നമ്മുടെ ആം ഹോൾ. നോർമലി നമുക്ക് നാളെ നോക്കാം 8 ഇഞ്ച്. അപ്പോൾ ഒരു കാരണവശാലും കൈ നിവർത്തില്ല. കൈ കൂടുതലോ കുറവോ വരത്തില്ല. കൈ കാണുന്നുണ്ടോ? നമുക്ക് വേണേൽ കൈയുടെ ഒന്നാളെ നോക്കാം. ആം ഹോൾ എത്രത്തോളം ഉണ്ടാകും. ക്ലിയറാണ്. കാണുന്നുണ്ടോ നിങ്ങൾ? കൃത്യമായിട്ടിരിക്കുന്നുണ്ടോ? നമ്മുടെ ഈ അർക്കാത്ത മാർക്കും ഈ മാർക്കും തമ്മിൽ കൃത്യമായിട്ട് കൈയുടെ ആം ഹോൾ ഇരിക്കണം. അപ്പം നമുക്ക് ഒരു കാരണവശാലും വെട്ടേണ്ടി വരത്തുമില്ല. കൈ റൗണ്ടിലാണെങ്കിലും നീളത്തിലാണെങ്കിലും കൂട്ടുമ്പോൾ കറക്റ്റായിട്ടിരിക്കും. ഇതാണ് ക്രോസ് കട്ടിങ് സാരി ബ്ലൗസ്. അപ്പോൾ നിങ്ങൾക്കിനി ഇതിൽ വരേണ്ട എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കുക. കമൻ്റായിട്ട് ഇട്ടാൽ മതി. കമൻ്റായിട്ട് ഇടുമ്പോഴത്തേനും ഞാനത് കാണിച്ചു തരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അഭിപ്രായങ്ങൾ പറഞ്ഞു തരാം. ഇതായിട്ട് വരുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. കമൻ്റായിട്ട് ഇട്ടാൽ മതി. ക്രോസ് കട്ടിങ്ങിൻ്റെ ഒറ്റ ഡാട്ടിൻ്റെ ബ്ലൗസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെ ഭാഗത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക്